നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡും എസ്പാനിയോളും തമ്മിൽ നടന്ന മത്സരത്തിൽ വലിയ രൂപത്തിൽ വിനി ജൂനിയർ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായി. അതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ഫ്രസ്ട്രേറ്റഡായി എതിരാളികളുമായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്നു, എതിർ ടീമിൻ്റെ ക്രൗഡുമായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്നു. അത്തരം സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ വിനിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ഹോസെ മൊറീഞ്ഞോ മത്സരശേഷം പ്രതികരിച്ചിരിക്കുന്നത്. വിനിക്കെതിരെ കൃത്യമായിട്ട് ചില കുതന്ത്രങ്ങൾ നടപ്പാക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ബുള്ളിയിങ് ആണ് എന്ന് പറയുന്നു. ഇനി നേരിടുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. എതിരാളികൾ മനഃപൂർവ്വം അദ്ദേഹത്തെ തൊഴിക്കുന്നു, ചവിട്ടുന്നു. ഒരാൾ കഴിഞ്ഞാൽ അയാൾക്ക് യെല്ലോ കാർഡ് കിട്ടി, പിന്നെ അടുത്ത ആൾ ആ റോൾ ഏറ്റെടുത്ത് വിനിക്കെതിരെ നീങ്ങുന്നു. അങ്ങനെ അടുത്ത ആൾ ഈ രൂപത്തിലാണ് എതിർ ടീമുകൾ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്ന ആൾ ആദ്യം ചെയ്യുന്നതും വിനിയെ തൂണ്ടുക എന്നുള്ളതാണ് എന്നുകൂടി മൊറീഞ്ഞോ പറഞ്ഞിരിക്കുന്നു. മൊറീഞ്ഞോയുടെ വാക്കുകളിലേക്കൊന്ന് പോയാൽ തീർച്ചയായിട്ടും ഇപ്പോൾ നേരത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഞാൻ റയൽ മാഡ്രിഡിനെതിരായിട്ടുള്ള ടീമിൻ്റെ കോച്ചായി നിൽക്കുന്ന ഘട്ടത്തിൽ വിനിക്കെതിരെ ഞാൻ പറഞ്ഞ വാക്കുകൾ, വിനിയെക്കുറിച്ച് ഞാൻ പറഞ്ഞ വാക്കുകൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളത് ഡിഗ് ചെയ്തെടുത്ത് വേറെ രൂപത്തിലേക്ക് കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞത് വിനി അവിടെ ഉണ്ടാവണം, കളി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ പറയുന്നത് വിനി ഗ്രൗണ്ടിൽ തുടരണം എന്ന ആഗ്രഹത്തിൽ തന്നെയാണ്. അപ്പം വിനി ഓപ്പണൻ്റായി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങളിങ്ങനെ ഡിഗ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇപ്പോൾ വിനി എൻ്റെ താരമാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, വിനീഷ്യസ് ജൂനിയർ ഒരു സെയിൻ്റൊന്നുമല്ല, ഒരു പുണ്യാളനൊന്നുമല്ല. എന്താണ് അദ്ദേഹത്തിന് നേരെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു പാറ്റേൺ ഉണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓപ്പണൻറ്റ് ടു ഓപ്പണൻറ്റ് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ വന്ന് വിനിയെ ഹിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വിനിയെ തൊഴിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ പ്രകോപിപ്പിക്കുന്നു. അതിനുശേഷം നീ വന്ന് തൊഴിക്കണം, അതാണ് അടുത്ത പ്ലാൻ. എനിക്കൊരു യെല്ലോ കാർഡ് കിട്ടിയാൽ അടുത്തതായിട്ട് നീ ചെയ്യണം. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടാൽ അടുത്ത ആൾ വന്നിട്ട് വിനിയെ പ്രകോപിപ്പിക്കണം. അത് യെല്ലോ കാർഡ് ഇല്ലാത്ത ഒരാൾ വന്ന് പ്രകോപിപ്പിക്കണം, വിനിയെ ചവിട്ടണം, ഇടിക്കണം. ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇവിടെ വേണ്ടത് നല്ല രൂപത്തിൽ ഇമോഷണൽ കൺട്രോൾ വേണം. സത്യം പറഞ്ഞാൽ ഒരു ഫൈറ്റിങ്ങിൻ്റെയും ബുള്ളിങ്ങിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ വിനിയുടെ കാര്യം നോക്കുമ്പോൾ അദ്ദേഹം വല്ലാത്ത രൂപത്തിലുള്ള ഒരു ബുള്ളിയിങ് ആണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഓപ്പണൻസിൻ്റെ ഭാഗത്തു നിന്നും അവരുടെ ഫാൻസിൻ്റെ ഭാഗത്തു നിന്നും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. സോ വിനിയെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അദ്ദേഹത്തെ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കാൻ പ്രിപ്പയർ ചെയ്യുകയുമാണ് വേണ്ടത്. പക്ഷേ ഈ നടക്കുന്നത് തീർച്ചയായിട്ടും ശരിയായ കാര്യങ്ങളല്ല എന്ന് തന്നെ തുറന്നടിച്ച് മൊറീഞ്ഞോ പറഞ്ഞിരിക്കുകയാണ്. മൊറീഞ്ഞോ പറഞ്ഞതിൽ ഏറ്റവും സുപ്രധാനമായ വാക്ക് വിനി ഒരു പുണ്യാളനല്ല, സെയിൻ്റല്ല. അദ്ദേഹം പ്രതികരിക്കും. ഇങ്ങനെ നിരന്തരം വന്നിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നാൽ അദ്ദേഹം പ്രതികരിക്കും, അത് സ്വാഭാവികമാണ് എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, വിനി ജൂനിയർ തൊഴിച്ചു ഒരു താരം, എന്നിട്ടോ റഫറി അത് കണ്ടതുപോലുമില്ല, അതിന് കാർഡും ഒന്നുമില്ല. വിനി അതിന് പ്രതികരിച്ചുകൊണ്ട് ഇപ്പം വീഡിയോ ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ആ പബ്ലിഷ് ചെയ്ത വീഡിയോയുടെ താഴെ കാർഡ് ടു വിനി എന്ന് പറയുന്നുണ്ട്. വിനിക്ക് യെല്ലോ കാർഡ് കൊടുക്കുമെന്ന് പറയാം. അദ്ദേഹം തന്നെ കമൻറ്റ്, അദ്ദേഹം ഫ്രസ്ട്രേറ്റഡാണ്. ഈ രൂപത്തിൽ മനഃപൂർവ്വം ഒരു താരത്തിനെതിരെ ബുള്ളിങ് നടക്കുക എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെ തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് ഹോസെ മൊറീഞ്ഞോ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.